യേശുവിൻ്റെ കാലിൽ പരിമള തൈലം, സുഗന്ധ തൈലം പൊട്ടിച്ചൊഴിക്കുവാൻ തയ്യാറായ, വില നോക്കാതെ വിലയുള്ള ഒന്ന് കർത്താവിൻ്റെ പാദത്തിലേക്ക് ഇടുവാൻ തയ്യാറായ ആ സഹോദരിയുടെ ജീവിതത്തിൽ നാറ്റം വെച്ച ഒരു ദുർഗന്ധം വമിക്കുന്ന അനുഭവം ഉണ്ടായെങ്കിൽ, സഹോദരി, നിന്റെ ദുർഗന്ധത്തെ യേശു സുഗന്ധമാക്കും. നീ കർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞ കണ്ണുനീർ, ദൈവത്തിൻ്റെ മുമ്പിൽ കഴിച്ച പ്രാർത്ഥനകൾ, ദൈവത്തിന് വേണ്ടി കൊടുത്ത നിന്റെ ദാനധർമ്മങ്ങൾ, നിന്റെ ഓഫറിങ്ങുകൾ, ഇതൊന്നും ദൈവം ഒരിക്കലും മറക്കുകയില്ല. കർത്താവ് അതിൻ്റെ മേളിൽ കണക്ക് തീർക്കുന്ന ദൈവമാണ്. ദൈവം കണക്ക് നോക്കുന്ന ദൈവമാണ്. ദൈവം കണക്ക് തീർക്കുന്ന ദൈവമാണ്. ദൈവം ഓർത്തു വെച്ച് അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അടുത്ത വാക്യത്തിൽ ഞാൻ ഇങ്ങനെയാണ് കാണുന്നത്. യേശു കർത്താവ് പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞിട്ട് യേശു കല്ലു നീക്കി മേലോട്ട് നോക്കി, പിതാവേ, എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ ഇപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നുവെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചുവെന്ന് ചുറ്റും നിൽക്കുന്ന ഈ പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു. ഈ ചുറ്റും നിൽക്കുന്നവർ അറിയണം പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടെന്ന്. എന്റെ ചുറ്റും നിൽക്കുന്നവർ അറിയണം വിളിച്ചാൽ വിളി കേൾക്കുന്നവരുണ്ടെന്ന്. എന്റെ ചുറ്റും നിൽക്കുന്നവർ അറിയണം ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന്. എത്ര പേർ ആഗ്രഹിക്കുന്നു എൻ്റെ കുടുംബം ഇതറിയണം, എൻ്റെ സഹോദരങ്ങൾ ഇതറിയണം, എൻ്റെ ബന്ധുമിത്രാദികൾ അറിയണം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടെന്ന്. എൻ്റെ ദേശം ഇതറിയണം എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന്. എൻ്റെ കുടുംബത്തെ ദൈവം മാനിക്കുമെന്ന്. എൻ്റെ കണ്ണുനീരിനും എൻ്റെ നിലവിളിക്കും എൻ്റെ ഉപവാസത്തിനും എൻ്റെ ദൈവം മുൻപാകെയുള്ള കമ്മിറ്റ്മെന്റുകൾക്കും സമർപ്പണത്തിനും വിലയുണ്ട് എന്ന് ചുറ്റും നിൽക്കുന്നവർ അറിയണം. ഈ പ്രാർത്ഥന നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ അതറിയാൻ പോകുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി ചിലർ കാണുക